ഒരു ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കോടുകൂടി നീലഗിരിയുമായി നിത്യസമ്പർക്കം പുലർത്തി ഒരു നീലഗിരിക്കാരനായി മാറിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് KPA മജീദ് സാഹിബ് MLA അവർ നമ്മെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബാപ്പു ഹാജി സാഹിബ് അവരുടെ, തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള ജനറൽ സെക്രട്ടറി അബൂബക്കർ സാഹിബ് അവരുടെ, തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട കായൽ മെഹബൂബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി അഷ്റഫ് അലി, MSFൻ്റെ നാഷണൽ പ്രസിഡന്റ് അഹമ്മദ് സാജു, വേദിയിലുള്ള അൻവർ മുള്ളമ്പാറ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അനീഫ, മറ്റു ജില്ലയുടെ നേതാക്കന്മാരെ, ഇവിടെ സെൻറ്ററായിട്ടുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നീലഗിരി ജില്ലാ സമ്മേളനം വളരെ ഭംഗിയായി പ്രചരണ പരിപാടികളുടെയും നല്ലൊരു പ്രകടനത്തിലൂടെയും നല്ല രീതിയിൽ തന്നെ ഒരു സമ്മേളനം സംഘടിപ്പിച്ച ജില്ലാ ഭാരവാഹികളെയും മറ്റു മണ്ഡലം പോഷക ഘടക നേതാക്കന്മാരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഈ സമ്മേളനം നടത്താൻ വേണ്ടി ആലോചിച്ച ഘട്ടത്തിൽ തന്നെ വളരെ ആവേശപൂർവ്വം അത് ഏറ്റെടുത്ത് എല്ലാ മേഖലയിലുള്ള പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ച് ഇതൊരു വൻ വിജയമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട ബാപ്പു ഹാജി പ്രായമേറെ ആയെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സന്ദേശം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ധീരോദാത്തമായ രീതിയിൽ ഇവിടെ ഈ ജില്ലാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ച് പലരും സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട കായൽ മെഹബൂബ് സാഹിബ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മുസ്ലിം ലീഗ് പാർട്ടി എല്ലാവർക്കും അറിയാവുന്ന പോലെ മഹാനായ ഗായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് പാർട്ടിയെ നിർത്താൻ വേണ്ടി തീരുമാനിച്ച ഘട്ടത്തിൽ ആ നേതാവിനെ അംഗീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ആ കാലഘട്ടം മുതൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പലയിടങ്ങളിലും മുസ്ലിം ലീഗ് നമുക്ക് ആവശ്യമില്ലെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് പാർട്ടിയെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ലെന്നും വാദിച്ച് ലീഗിൽ നിന്ന് വിട്ടുപോകുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തും ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അഭിമാനകരമായി നിൽക്കുന്നതിന് വേണ്ടി, അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഭരണഘടനാപരമായി അവർക്ക് ലഭ്യമാകേണ്ട കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് സമുദായ സൗഹാർദ്ദവും മതമൈത്രിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊരു സംഘടന ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് പോയത്. ഈ പ്രദേശം എന്ന് പറയുന്നത് മലബാർ ജില്ലയോടുകൂടി ബന്ധപ്പെട്ട പ്രദേശമാണ്. പഴയ മലബാർ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് നമ്മുടെ ഈ സ്ഥലങ്ങളുള്ളത്. ആ ഒരു കാലത്ത് എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ട്, എല്ലാ ബുദ്ധിമുട്ടുകളെയും നേരിട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളത്. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് എത്രയോ ലീഗിൻ്റെ നേതാക്കന്മാർ പാണക്കാട് പൂക്കോയ തങ്ങൾ വരെ ജയിലിലേക്ക് പറഞ്ഞയച്ച പോവേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. ലീഗുകാരനാണെന്ന് പറഞ്ഞാൽ അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. ലീഗുകാരനാണെന്ന് പറഞ്ഞാൽ അവൻ പാകിസ്ഥാന്റെ ഏജന്റാണെന്ന് പറയുന്ന കാലമുണ്ടായിരുന്നു. ലീഗുകാരനാണെന്ന് പറഞ്ഞാൽ അവരുമായി കൂട്ടുകെട്ടാനോ അവരുമായി ബന്ധപ്പെടാനോ ആർക്കും സാധിക്കാത്ത വിട്ടുനിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലീഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണെന്ന് അംഗീകരിക്കുകയും ലീഗിനെ കൂട്ടരുതെന്ന് പറയുന്ന കക്ഷികളടക്കം ലീഗുമായി സഖ്യമുണ്ടാക്കാനും ലീഗുമായി ധാരണ ഉണ്ടാക്കാനും ലീഗുമായി ഒന്നിച്ചെന്ന് പോകാനുമുള്ള താല്പര്യമുണ്ടായി.
എന്തുകൊണ്ടെന്നാൽ ലീഗിനെ വിശ്വസിക്കാവുന്ന പാർട്ടിയാണ്, വിശ്വസിച്ചാൽ ചതിക്കാത്ത പാർട്ടിയാണ്. ലീഗിന്റെ നേതാക്കന്മാർ എന്നാൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കും, അതിൽ ഒരു യാതൊരു സംശയം ഉണ്ടാവില്ല. അങ്ങനെ ജനാധിപത്യം മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ, മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരിഫ് രാജ്യത്തിലെ കാര്യങ്ങൾ നമ്മൾ പറയുണ്ടായി. ഈ രാജ്യത്ത് വന്നിട്ടുള്ള കേന്ദ്ര മോദിയുടെ ഗവൺമെന്റ് അത് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളും നോക്കൂ. ജനങ്ങളെ ബാധിക്കുന്ന നിയമനിർമ്മാണം ഇവിടെ വന്നിട്ടില്ല. ജനങ്ങൾ ബാധിക്കുന്ന പഴയകാലത്ത് ഉണ്ടായിട്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ പാർലമെന്റായിട്ടുണ്ട്. അത് ഭക്ഷ്യസുരക്ഷാ നിയമമാണെങ്കിലും വിവരാവകാശ നിയമങ്ങളാണെങ്കിലും മറ്റു നിയമങ്ങളാണെങ്കിലും ഒക്കെ രാജ്യത്തെ ബാധിക്കുന്ന നിയമങ്ങളാണ്. എന്നാൽ മോദി വന്നതിന് ശേഷം വന്ന എല്ലാ നിയമങ്ങളും, മഹാഭൂരിപക്ഷ നിയമങ്ങളും ഈ രാജ്യത്തെ ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. ഇവിടെ പൗരത്വത്തിന്റെ പ്രശ്നം പറഞ്ഞു. പൗരത്വത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പൗരത്വം കൊടുക്കുന്നത് മതപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. അന്യരാജ്യം നിന്ന് ഇവിടെ വന്നാൽ ഏത് വിഭാഗമാണെങ്കിലും അവർക്ക് പൗരത്വം കൊടുക്കും. മുസ്ലിമാണെങ്കിൽ പൗരത്വം കൊടുക്കില്ല, അതാ പൗരത്വം. അതുപോലെ മുത്തലാഖിന്റെ പ്രശ്നം വന്നു. ഒരു മുസ്ലിം വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ അതൊരു സിവിൽ നിയമമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവർക്ക് 2 വർഷം വരെ തടവ് കൊടുക്കുന്ന ക്രിമിനൽ നിയമമായി മാറ്റിക്കൊണ്ടുള്ള നിയമം വന്നു. മറ്റു സമുദായത്തിനും ബാധകമല്ല. അതുപോലെ തന്നെ ഏക സിവിൽ കൊണ്ടുവരിക എന്ന മാറ്റമായി വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ നിയമം വരികയാണ്. നമ്മുടെ ശരീഅത്ത് നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി, വ്യക്തി നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ സംസ്ഥാനങ്ങൾ പലയിടത്തും നടക്കുകയാണ്. അത് നമ്മളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്, മറ്റുള്ളവർക്ക് ബാധകമല്ല. ആദിവാസികൾക്കില്ല, പട്ടികജാതികൾക്കില്ല, ക്രിസ്ത്യാനികൾക്കില്ല, ഹിന്ദുക്കൾക്ക് ആർക്കുമില്ല. മുസ്ലിങ്ങളുടെ ശരീഅത്ത് നിയമങ്ങൾ മാറ്റം വരുത്തണം, അതാണ്. അതുപോലെ ധാരാളം കേസുകൾ വരികയാണ്. ആ കേസിൽ കട്ടപ്രതികളെക്കെതിരായി ബുൾഡോസർ ഉപയോഗിച്ച് കോടതി വിചാരണ സൃഷ്ടിക്കുന്നതിന് പകരമായി അവരെ വീടുകൾ തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുവാനുള്ള ശ്രമം നടക്കുകയാണ്. വഖഫ് നിയമത്തെ പറ്റി ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയിൽ വന്ന വിവിധങ്ങളായ നിയമങ്ങൾ, ഓരോ BJP ഭരിക്കുന്ന സംസ്ഥാനം വരുന്ന നിയമങ്ങൾ എല്ലാം തന്നെയും ന്യൂനപക്ഷ പിന്നോക്കക്കാരെ തകർക്കുന്നതിന് വേണ്ടി, അവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നിയമമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം. രാജ്യത്ത് വളർന്നു വരുന്ന ഈ ഫാഷിസ്റ്റിനെതിരായി ഐക്യപ്പെട്ട് യോജിച്ചുകൊണ്ട് പോരാട്ടമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ ദൗത്യമാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ആ ദൗത്യമായി മുന്നോട്ട് പോകുന്ന ശക്തി കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പ്രകടനങ്ങളും ഇതുപോലെ പൊതുയോഗങ്ങളും ഈ നീലഗിരി ജില്ലയിൽ ഇതുപോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. അതിന് മുന്നിട്ട് എല്ലാവരെയും പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും.